ഓക്കെ മക്കളെ, നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് ക്വിക്ക് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രൂട്ട് വരെ പറയുള്ളൂ, ഫ്ലോറൽ ഫാമിലീസ് പറയാൻ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ അതുവരെയുള്ള ഭാഗങ്ങളാണ് കാര്യമായിട്ട് ചോദിക്കുക. അപ്പോൾ ആ ഏരിയയിലൂടെ ഒന്ന് പെട്ടെന്ന് നമുക്ക് കടന്നു പോകാം. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കാം. നമുക്ക് അതിൽ ആദ്യം നമുക്ക് റൂട്ട് സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. ടൈപ്പ് റൂട്ട് സിസ്റ്റം. ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റംസ് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബർസ് റൂട്ട് സിസ്റ്റം, അതുപോലെ തന്നെ അഡ്വൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി റൂട്ട് ഉണ്ടാവും, അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവും. അത് ഡൈക്കോട്ടുകളാണ് കാണിക്കുക. എക്സാമ്പിളാണ് മസ്റ്റാർഡ്. ഫൈബർസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈമറി റൂട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോകും. എന്നിട്ട് അതിൻ്റെ ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് ഫൈബറസ് ആയിട്ടുള്ള റൂട്ടുകൾ ഉണ്ടാവും. അതിനാണ് ഫൈബർസ് റൂട്ട് സിസ്റ്റം എന്ന് കാണിക്കുക. അത് മോണോക്കോട്ടുകളാണ് കാണിക്കുക. വീറ്റും പാഡിയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? അഡ്വൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റൂട്ട്സ് അറൈസ് ഫ്രം എനി പാർട്ട് അതർ ദാൻ റാഡിക്കൽ എന്ന് നമുക്കറിയാം. എക്സാമ്പിളാണ് BGMലെ ബാനിയൻ ട്രീ, ഗ്രാസ്, മോൺസ്റ്റീറ. കിട്ടി. അടുത്തത് മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ടുകൾ പ്രധാനമായിട്ടും മോഡിഫൈ ചെയ്യുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൂട്ട്സ് ആർ മോഡിഫൈഡ് ടു പെർഫോം സ്പെഷ്യൽ ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻസ്? ഫുഡ് സ്റ്റോർ ചെയ്യുക, സപ്പോർട്ട് കൊടുക്കുക, റെസ്പിറേഷൻ ചെയ്യുക. ഫുഡ് സ്റ്റോറേജ്, സപ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ. ഫുഡ് സ്റ്റോറേജ്, സപ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ. ഇനി നോക്കണേ, ഫുഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അഡ്വൻറ്റേഷ്യസ് റൂട്ടും ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്യുന്നുണ്ട്. ടാപ്പ് റൂട്ടുകൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത് ക്യാരറ്റ്, ടർണിപ്പ്, ബീട്രൂട്ടാണ്. അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് സ്വീറ്റ് പൊട്ടാറ്റോ അഡ്വൻറ്റേഷ്യസ് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, ഓർത്തിരിക്കുക. സപ്പോർട്ടിന് വേണ്ടിയിട്ട് റൂട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും. പ്രോപ്പ് റൂട്ട് ബാനിയൻ ട്രീയിലാണ്, സ്റ്റിൽറ്റ് റൂട്ട് ഷുഗർ കെയിനിലും മെയ്സിലുമാണ് നമുക്കറിയാം. റെസ്പിറേഷന് വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് ന്യൂമാറ്റോഫോസ് എന്നാണ് പറയുക. അത് റൈസോഫോറ എന്ന് പറഞ്ഞാൽ മാർഷിലാൻഡ് ഏരിയയിലുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുക. അടുത്തത് സ്റ്റെമ്മാണ്. അടുത്ത നമ്മൾ പറയുന്നത് സ്റ്റെമ്മിന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. 3 തരം സ്റ്റെം ഉണ്ട്. ഏരിയൽ സ്റ്റെം ഉണ്ട്, സബ് ഏരിയൽ സ്റ്റെം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ട്. നമുക്കറിയാം അല്ലേ? ഏരിയൽ സ്റ്റെം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്തത്? സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, ഫോട്ടോസിന്തസിസ്. സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്കിക്കോണേ, സബ് ഏരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുള്ളത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി മാത്രമാണ്. എന്നാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഫുഡ് സ്റ്റോറേജിനും കൂടി വേണ്ടിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഏരിയൽ സ്റ്റെം മോഡിഫൈ ചെയ്തിട്ടുള്ളത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. നോക്കണേ, സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഏരിയൽ സ്റ്റെം മോഡിഫൈ നോക്കണേ. ഏരിയൽ സ്റ്റെം സപ്പോർട്ടിന് വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമതാണ് ടെൻഡ്രിൽ കാണിക്കുന്നത് ഗോഡും ഗ്രേപ്പ് വൈൻ ആണ്. അത് ആക്സിലറി ബഡാണ്. ടെൻഡ്രിൽ ലോങ് കോയിൽഡ് ആയിട്ടുള്ള ടെൻഡ്രിലായിട്ട് മാറുക. അത് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗോഡ്സും ഗ്രേപ്പ് വൈൻ ആണെന്ന് കാണിക്കുക. കിട്ടി. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് തോൺ എന്ന് പറയുന്നത്. അത് സിട്രസും ബൊഗൈൻവില്ലയാണ് കാണിക്കുക. അതും ആക്സിലറി ബഡ് ഷാർപ്പ് പോയിന്റഡ് സ്ട്രെയിറ്റ് ആയി മാറുന്നതാണ്. അടുത്തത് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടാണ്. ഹോൾ സ്റ്റെം ഫ്ലാറ്റ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഗ്രീൻ സ്ട്രക്ചറായി മാറുന്നതിനെ പറയുന്ന പേരാണ് ഫില്ലോക്ലൈഡ് എന്നാണ് പറയുക. ഓപ്പൺ ഷെയിലാണ് അത് കാണിക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഓപ്പൺ ഷെയിലാണ്, സിലിണ്ടറിക്കൽ ആയിട്ടുള്ളത് യൂഫോർബിയയിലാണെന്ന് ഓർത്തിരിക്കുക. സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ്. 4 തരത്തിലുണ്ട്. റണ്ണർ ഉണ്ട്, സക്കർ ഉണ്ട്, സ്റ്റോളൺ ഉണ്ട്, ഓഫ്സെറ്റ്. റണ്ണർ, സക്കർ, സ്റ്റോളൺ, ഓഫ്സെറ്റ്. അതിൽ റണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഇന്റർനോഡാണ്. അത് ഗ്രാസും സ്ട്രോബെറിയാണ്. റണ്ണർ, ഗ്രാസ്, സ്ട്രോബെറി അങ്ങനെ തന്നെ പഠിക്കുക. അടുത്തത് സ്റ്റോളൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ട് മുകളിലേക്ക് വരുന്നതാണ് സ്റ്റോളൺ എന്ന് പറയുന്നത്. മുകളിലൂടെ പോയിട്ട് താഴേക്ക് വരുന്നതാണ് സ്റ്റോളൺ എന്ന് പറയുന്നത്. മറ്റേ സക്കറാണ് കേട്ടോ. സ്റ്റോളൺ ആണ് ഏരിയയിലായിട്ട് പോയിട്ട് ഒരു ആർക്ക് പോലെ താഴേക്ക് വരുന്നതാണ് സ്റ്റോളൺ എന്ന് പറയുന്നത്. ജാസ്മിൻ മിൻറ്റ് സ്റ്റോൾ ചെയ്തു. ഇനി അടുത്തത് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഇന്റർനോഡ് അക്വാറ്റിക് പ്ലാന്റുകളാണ് കാണിക്കുക. ഐക്കോർണിയ പിസ്റ്റിയ ഓഫ്സെറ്റ്. അടുത്തത് സക്കർ കാണിക്കുന്നത് എന്താ വെച്ചാൽ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിട്ട് മുകളിലേക്ക് വരിക. നമ്മൾ സക്ക് ചെയ്ത് കഴിക്കുന്നത് ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം അങ്ങനെ ഓർത്താൽ കിട്ടും. ബനാന, പൈനാപ്പിൾ, ക്രൈസാന്തിമം ഒക്കെ സക്കറാണ്. അടുത്തത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഫുഡ് സ്റ്റോറേജിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അത് റൈസോം ഉണ്ട്, ട്യൂബേഴ്സ് ഉണ്ട്, കോം ഉണ്ട്. റൈസോം കാണുന്നത് ജിഞ്ചറിലാണ്, ട്യൂബർ കാണുന്നത് പൊട്ടേറ്റോയിലാണ്, കോം കാണുന്നത് കൊളക്കേഷ്യയിലും അമോർഫോഫാലസിലും ഒക്കെയാണ്. ഈ ഒരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള എല്ലാ മോഡിഫിക്കേഷനും പഠിക്കാം. ഒറ്റ തവണ പറയണുള്ളൂ. നമ്മൾ 15 മിനിറ്റിൻ്റെ ക്വിക്ക് റിവിഷനാണ്. രണ്ടാമതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ സമയമില്ല. മക്കൾ കേട്ടിരിക്കുക കേട്ടോ. അടുത്തത് വീനേഷൻ. ലീഫിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കുക, ലീഫിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. ലീഫിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ലീഫ് ബേസ് ഉണ്ട്, രണ്ടാമത് പീറ്റിയോൾ ഉണ്ട്, മൂന്നാമത്തത് ലാമിൻ ഉണ്ട്. ലീഫ് ബേസിലുള്ള ലീഫ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റിപ്യൂൾ എന്നാണ് വിളിക്കുക അല്ലേ? ഇനി ചില ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ ലീഫ് ബേസ് സൊള്ളനായിരിക്കും. അതിനെ നമ്മൾ എന്താ വിളിക്കുക? പൾവിനസ് എന്നാണ് വിളിക്കുക. പിന്നെ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്നാണ് വിളിക്കുക. പിന്നെ ലാമിന എക്സ്പാൻഡഡ് ഗ്രീൻ പാർട്ടാണ്. ആ ലാമിനയിലാണ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഉള്ളത് നമുക്കറിയാം. ആ വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് വീനേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. വീനേഷൻ 2 തരത്തിലുണ്ട്. റെട്ടിക്കുലേറ്റ് വീനേഷനും ഉണ്ട്, പാരലൽ വീനേഷനും ഉണ്ട് എന്നറിയാം. റെട്ടിക്കുലേറ്റ് വീനേഷൻ വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ് ഒരു നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യും. ഡൈക്കോട്ടുകളാണ് അത് കാണിക്കുക. എന്നാൽ പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് വെയിൻ പാരലൽ ടു റൺ ഈച്ച് അതർ, അത് മോണോക്കോട്ടുകളാണ് കാണിക്കുക എന്നോർത്തിരിക്കുക. അടുത്തത് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മൾ ലീഫിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ഫില്ലോടാക്സി താണ് അടുത്ത ചോദിക്കുക. പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റെം ഓർ ബ്രാഞ്ച്. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ലീഫ് അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫില്ലോടാക്സി എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഫില്ലോടാക്സി പ്രധാനമായിട്ട് 3 തരത്തിലാണ്. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി, വേൾഡ് ഫില്ലോടാക്സി. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ സിംഗിൾ നോഡിൽ നിന്ന് സിംഗിൾ ലീഫ്, അതൊരു ഓൾട്ടർനേറ്റ് മാനറിലാണ് ഉണ്ടാവുക. മസ്റ്റാർഡ്, സൺഫ്ലവർ, ചൈന റോസ്. സൺ മസ്റ്റായിട്ട് ചൈനയിൽ പോയി ഓൾട്ടർ ആവാൻ എന്ന് പഠിക്കുക. സൺ മസ്റ്റായിട്ട് ചൈനയിൽ പോയി ഓൾട്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി കിട്ടും. ഓപ്പോസിറ്റ്
ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് 2 ലീഫ് ഉണ്ടാവും, അത് ഓപ്പോസിറ്റ് മാനറിലായിരിക്കും. അത് ഗുവയും കലോട്രോപ്പീസും ആണെന്ന് ഓർത്തിരിക്കുക. ഗുവയും കലോട്രോപ്പീസ് എപ്പോഴും അടിയാണ്. നിങ്ങൾ അനിയനെ ആലോചിച്ചാൽ മതി. ഓപ്പോസിറ്റ് ഫില്ലോടാക്സിയ എപ്പോഴും അടി, കണ്ടോ ഓപ്പോസിറ്റ്. വേൾഡ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് മോർ ദാൻ 1 ലീഫ് ഉണ്ടാവും, അതൊരു വേളായിട്ട് അറേഞ്ച് ചെയ്യുക. വേൾഡ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിളാണ് എൽസ്റ്റോണിയ, പാലമരം. യക്ഷി സാരി ചുറ്റുന്ന ആലോചിച്ചാൽ മതി. എൽസ്റ്റോണിയ വേൾഡ് ഫില്ലോടാക്സി. ക്ലിയർ. അടുത്തത് പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ള ലീഫ് മോഡിഫിക്കേഷൻസ് ആണ്. ലീഫ് മോഡിഫിക്കേഷൻസ് പല തരത്തിലുണ്ട്. ഒന്നാമതാണ് ലീഫ് ടെൻഡ്രിൽ, സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. സ്റ്റെം ടെൻഡ്രിൽ എന്ന് പറയുമ്പോൾ ആക്സിലറി ബഡ് കോയിൽഡായി മാറുന്നതാണ്. ലീഫ് ടെൻഡ്രിൽ എന്ന് പറയുമ്പോൾ ടെർമിനൽ ലീഫ് ഇങ്ങനെ വരുന്ന ലീഫ് ടെൻഡ്രിലായി മാറുന്നതാണ്. അത് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പീ പ്ലാന്റ് ആണ് കാണിക്കുക. പീ പ്ലാന്റ്, ലീഫ് ടെൻഡ്രിൽ, പീ പ്ലാന്റ്. അടുത്ത ലീഫ് സ്പൈന്, ലീഫ് മൊത്തമായിട്ട് എന്തായിട്ട് മാറുക, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മുള്ളുകളായിട്ട് മാറുക. അത് കാക്ടസിൽ ഒപ്പൻഷ്യലൊക്കെ അതിൻ്റെ സ്റ്റെമ്മ് ഫ്ലാറ്റ് ഗ്രീൻ സ്ട്രക്ചറാകും, അതിൻ്റെ ലീഫാണ് ആ മുള്ളായി മാറുന്നത്. അപ്പോൾ ലീഫ് മോഡിഫിക്കേഷനാണ് സ്പൈന്, സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് തോണ്. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. സ്റ്റെമ്മ് ഷാർപ്പ് പോയിന്റഡ് ആവുക, ആക്സിലറി ബഡ് ആണ് സ്റ്റെമ്മ്, അത് ഷാർപ്പ് പോയിന്റഡ് ആണെങ്കിൽ അത് തോണാണ്. ലീഫ് മുള്ളാവുകയാണെങ്കിൽ അതിന് നമ്മൾ സ്പൈൻ എന്ന് പറയുക. അപ്പോൾ സ്പൈന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള അതാണ് കാക്ടസിലൊക്കെ ലീഫാണ് മുള്ളായി മാറിയിരിക്കുന്നത്. അടുത്തത് ഫ്ലഷി ലീവ്സ്, ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒണിയനും ഗാർലിക്കിൻ്റെ ഒക്കെ ഓരോ അല്ലി എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ലീഫാണ്. കണ്ട അതിൽ ഫുഡ് സ്റ്റോറേജ് സൊള്ളനായി മാറുകയാണ്. സോ ഫ്ലഷി ലീവ്സ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒണിയനും ഗാർലിക്കിലും. ഫില്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ അക്വേഷ്യ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഒരു ഫില്ലോഡ് എന്ന് പറയുന്ന ലീഫ് ഇങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ ലാമിന ഷോർട്ട് ലീവ്ഡ് ആണ്. അപ്പോൾ അത് വീണു പോകും. അപ്പോൾ അതിൻ്റെ പീറ്റിയോൾ ഒരു ലീഫ് പോലെ ആക്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഫില്ലോഡ് എന്നാണ് പറയുക. അത് ഓസ്ട്രേലിയൻ അക്വേഷ്യയിലാണ്, ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടാണ്. ചില ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള വീനസ് ഫ്ലൈ ട്രാപ്പൊക്കെ എന്താ ചെയ്യുക, അവരുടെ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള അപ്പാരറ്റസ് ഉണ്ടാക്കുന്നത് ലീഫ് ഉപയോഗിച്ചിട്ടാണ്. സോ ലീഫ് മോഡിഫിക്കേഷൻസ് എല്ലാവർക്കും കിട്ടി. എങ്കിൽ നമ്മൾ ഇൻഫ്ലോറസൻസിലേക്ക് പോകണം മക്കളെ. ഇൻഫ്ലോറസൻസ് പ്രധാനമായിട്ടും ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവറാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഇൻഫ്ലോറസൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. എല്ലാവർക്കും അറിയാം ഇൻഫ്ലോറസൻസ് പ്രധാനമായിട്ടും 2 തരത്തിലാണുള്ളത്. നോക്കണം. ഇൻഫ്ലോറസൻസ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്താണ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്, രണ്ടാമത്താണ് സൈമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. നോക്കണേ, റെസിമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്, സൈമോസ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. റെസിമോസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ. കണ്ടോ, മെയിൻ ആക്സിസ് ഇങ്ങനെ ഗ്രോ ചെയ്യും, അതായത് ഒരു ഫ്ലവറിൽ ടെർമിനേറ്റ് ചെയ്യില്ല. ഫ്ലവേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുക, അക്രോപിറ്റൽ ഓർഡറിലാണ് ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കുക. ചെറിയ ഫ്ലവറിൽ മുകളിൽ താഴെ ആയിരിക്കും, വലിയ ഫ്ലവർ ടിപ്പിലേക്ക് പോകുന്നതോറും ചെറിയ ഫ്ലവർ. അപ്പോൾ മെയിൻ ആക്സിസ് ഡു നോട്ട് ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എൻ അക്രോപിറ്റൽ ഓർഡർ ആണെങ്കിൽ റെസിമോസ്. അത് മാത്രം പഠിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സൈമോസ്. മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ. കണ്ടോ, ആൻഡ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ ബേസിപ്പിറ്റൽ ഓർഡർ. അപ്പോൾ റെസിമോസ് മാത്രം പഠിക്കുക, സൈമോസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓർത്തിരിക്കുക. കിട്ടി. ഇനി സിമെട്രി ഓഫ് ഫ്ലവർ. ഒരു ഫ്ലവറിൻ്റെ സിമെട്രി വെച്ചിട്ട് പ്രധാനമായിട്ടും ഫ്ലവേഴ്സ് 3 തരത്തിലുണ്ട്. ആക്ടിനോമോർഫിക് ഉണ്ട്, സൈഗോമോർഫിക് ഉണ്ട്, എസിമെട്രിക് ഉണ്ട്. നോക്കടാ, ഇവിടുന്നൊക്കെയാണ് ചോദിക്കുക ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക്, എസിമെട്രിക്. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമെട്രി, ഫ്ലവർ ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ് ത്രൂ എനി വെർട്ടിക്കൽ പ്ലെയിൻ. സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി, ഫ്ലവർ ക്യാൻ ബി കട്ട് ഇൻ ടു 2 ത്രൂ എ സിംഗിൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലൂടെ മാത്രമേ 2 ഈക്വൽ ഹാഫ് ആയി കട്ട് ചെയ്യാൻ പറ്റൂ. എസിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ പേരാണ് ഇറഗുലർ സിമെട്രി, ഫ്ലവർ cannot be cut into 2 equal half through any plane. ആക്ടിനോമോർഫിക് എക്സാമ്പിൾ ആണ് മൂടാച്ചി, മസ്റ്റാർഡ് ഡെറ്റ്യൂറ ചില്ലി. ആക്ടിനോമോർഫിക് മൂടാച്ചി പഠിച്ചേക്കുക. സൈഗോമോർഫിക് കാപ്പി ഗുൽബി, നോക്കിക്കോണേ, കാപ്പി ഗുൽബി, കാഷ്യ പി ഗുൽമോഹർ ബീൻസ്, കാപ്പി ഗുൽബി, കാഷ്യ പി ഗുൽമോഹർ ബീൻസ് കിട്ടും. എസിമെട്രിക് ആയുള്ള ആളാണ് കാന. എസിമെട്രിക് കാണ ആണ് പഠിച്ചാൽ മതി, കാന. കിട്ടിയോ? അത് കിട്ടി. എങ്കിൽ അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് ഓവറി. ഓവറിയുടെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഫ്ലവേഴ്സിനെ വീണ്ടും നമ്മൾ 3 ആയി തിരിച്ചിട്ടുണ്ട്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ്. നോട്ട് മൈ പോയിന്റ്. ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ്. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ഓവറി ഹയസ്റ്റ് പൊസിഷൻ, ബാക്കി ഫ്ലോറൽ പാർട്സ് ഒക്കെ അതിൻ്റെ താഴെയാണ് ഉണ്ടാവുക. പെരിഗൈനസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻഫീരിയർ ആണ്, എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഓവറി. ആ പോയിന്റ് കിട്ടിയല്ലോ. ഇനി എക്സാമ്പിളാണ് ഇവിടെ ചോദിക്കുക. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഞ്ച് മസ്റ്റായിട്ട് ചൈനയിൽ പോയി. കണ്ടോ, സൺ മസ്റ്റായിട്ട് ചൈനയിൽ പോയത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ബ്രിഞ്ച് മസ്റ്റായിട്ട് ചൈനയിൽ പോയത് ഹൈപ്പോ ആവാൻ വേണ്ടിയിട്ടാണ്. നോക്കണം, ഹൈപ്പോ ആവാൻ വേണ്ടിയിട്ട്. ബ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൽ, മസ്റ്റാർഡ്, ചൈന റോസ്. സണ്ണ് മസ്റ്റായിട്ട് ചൈനയിൽ പോയത് ഓൾട്ടർ ആവാൻ വേണ്ടി, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ബ്രിഞ്ച് മസ്റ്റായിട്ട് ചൈനയിൽ പോയത് ഹൈപ്പോ ആവാൻ വേണ്ടിയിട്ട്, ബ്രിഞ്ചാൽ, മസ്റ്റാർഡ്, ചൈന റോസ്. പെരിഗൈനസ് PRP കൊടുത്താൽ മതി. PRP പ്ലം റോസ് പീച്ച് പെരിഗൈനസ്. എപ്പിഗൈനസ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഓവറിയാണ്. അവ ഗുവ, കുക്കമ്പർ, അതുപോലെ തന്നെ റേ ഫ്ലോറൽസ് ഓഫ് സൺഫ്ലവർ. ഓക്കെ അല്ലേ? ഇവിടുത്തെ അടുത്ത ചോദ്യം എന്തായാലും ചോദിക്കും കേട്ടോ. എങ്കിൽ അടുത്തത് ഈസ്റ്റിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ദ ഫ്ലോറൽ ബഡിൽ സെപ്പൽസോ പെറ്റൽസോ അറേഞ്ച് ചെയ്യണം. ആ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ വെയിൻസ് അറേഞ്ച് ചെയ്താണ് വീനേഷൻ, ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്താണ് ഇൻഫ്ലോറസൻസ്. അതേപോലെ സെപ്പലോ പെറ്റലോ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഈസ്റ്റിവേഷൻ. 4 തരത്തിലാണുള്ളത്. വാൽവേറ്റ് ഉണ്ട്, ട്വിസ്റ്റഡ് ഉണ്ട്, ഇംബ്രിക്കേറ്റ് ഉണ്ട്, വെക്സിലറി ഉണ്ട്. നോക്കടാ, വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ മാർജിൻസ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ടച്ച് വൺ അനദർ. അതിന് എക്സാമ്പിളാണ് കലോട്രോപ്പീസ്. ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻസ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ജസ്റ്റ് ഓവർലാപ്പ് ചെയ്യും, പക്ഷേ ഒരു റെഗുലർ ഡയറക്ഷനിലാവും.
അതിന് എക്സാമ്പിളാണ് കോട്ടൺ, ലേഡീസ് ഫിംഗർ, ചൈന റോസ്. ഇംപ്രിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സെപ്പൽസും പെറ്റൽസും ഓവർലാപ്പ് ചെയ്യും, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാവില്ല. അതാണ് കാഷിയ ഗുൽമോഹർ. വെക്സിലറി എന്ന് പറഞ്ഞാൽ 5 പെറ്റാലസ് ഫ്ലവേഴ്സ് ആണ് അത് കാണിക്കുക, അതാണ് പിയും ബീൻസും. അതിൽ ഏറ്റവും മുകളിൽ ഒരാളുണ്ടാവും, അതാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. അതിൻ്റെ താഴെ 2 ആൾക്കാരുണ്ടാവും, അതാണ് വിങ്സ്. അതിൻ്റെ ഏറ്റവും താഴെ 2 ആൾക്കാർ കാല്. നമ്മൾ ആലോചിച്ചാൽ മതി, ഏറ്റവും മുകളിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മളെ തല, അതിൻ്റെ താഴെ വിങ്സ്, അതിൻ്റെ താഴെ 2 കാല്. കാൽ നല്ല പറയാം, കീൽ എന്നാണ് പറയുക. കീൽ ഫ്യൂസ്ഡ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ എല്ലാവരും ഉറപ്പല്ലേ? കെലോട്രോപ്പിസ് വാൽവേറ്റ് ആണ്, ട്വിസ്റ്റഡ് ആണ് കോട്ടൺ, ലേഡീസ് ഫിംഗർ, ചൈന റോസ്. ഇംബ്രിക്കേറ്റ് ആണ് കാഷിയ ഗുൽമോഹർ, അതുപോലെ തന്നെ വെക്സിലറി ആണ് പി ബീൻസ്. തെറ്റിക്കരുത്. ഈസ്റ്റുവേഷൻ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയ്മനിലേക്ക് പോകുമ്പോൾ കൊഹീഷൻ ഓഫ് സ്റ്റെയ്മനുകൾ കൂടി ചേർന്നിട്ട് ബണ്ടിലുകളായിട്ട് മാറും. നോക്കണം, അതിൽ കുറേ സ്റ്റെയ്മെൻസ് കൂടി ചേർന്ന് ഒറ്റ ബണ്ടിലായിട്ട് കാണുകയാണെങ്കിൽ മോണോഡൽഫസ്, 2 ബണ്ടിലായിട്ട് കാണുകയാണെങ്കിൽ ഡൈഅഡൽഫസ്, 1 കൂടുതൽ ബണ്ടുകളായിട്ട് കാണുകയാണെങ്കിൽ പോളിഅഡൽഫസ്. ചോദിക്കേ, മോണോഡൽഫസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ യുണൈറ്റഡ് ടു ഫോം സിംഗിൾ ബണ്ടിൽ. അതിന് എക്സാമ്പിളാണ് ചൈന റോസ് ഒറ്റ കൊമ്പനാണ്, എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും, ഒറ്റ ബണ്ടിലായിട്ടാണ് നിൽക്കുക. ഫ്ലവർ നോക്കിയാൽ മനസ്സിലാവും. ഡൈഅഡൽഫസ് എന്ന് പറഞ്ഞാൽ പീ പ്ലാന്റ്, 2 തുണിലും കാലിട്ടിരിക്കുന്ന ആൾ പീ കണ്ട, 2 കാലിൽ തൊലിൽ കാണിട്ടാൽ പീ ആവും. അപ്പോൾ എന്താ ഡൈഅഡൽഫസ് കണ്ടീഷനാണ് പീ. കണ്ടോ, അവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൂടി ചേർന്ന് 2 ബണ്ടിലായിട്ടാണ് കാണാം. പോളിഅഡൽഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിട്രസിലേക്കാണ് അത് പോളിഅഡൽഫസ്. സ്റ്റേറ്റ്മെന്റ്സ് ആർ യുണൈറ്റഡ് ടു ഫോം മോർ ദാൻ 2 ബണ്ടിൽസ് ആണെങ്കിൽ പോളിഅഡൽഫസ്. കണ്ടോ, ഇത് സിമ്പിളാണല്ലേ. എങ്കിൽ അടുത്തത് പ്ലാസന്റേഷൻ. ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പ്ലാസന്റേഷൻ ഓർത്തിരിക്കുക. അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ്. സെപ്പലും പെറ്റലും അറേഞ്ച് ചെയ്യാണ് ഈസ്റ്റിവേഷൻ, എന്നാൽ ഒവ്യൂൾസ് ഓവറിയുടെ ഉള്ളിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പ്ലാസന്റേഷൻ. കാരണം ഒവ്യൂൾസ് അറേഞ്ച് ചെയ്യുക പ്ലാസന്റയിലേക്കാണ്. അപ്പോൾ പ്ലാസന്റയിലേക്ക് ഒവ്യൂൾസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ പല തരത്തിലുണ്ട്, നോക്കണം മക്കളെ. പ്ലാസന്റേഷൻ പ്രധാനമായിട്ട് 5 തരത്തിലാണല്ലേ. മാർജിനൽ ഉണ്ട്, ആക്സിയൽ ഉണ്ട്, ഫ്രീ സെൻട്രൽ ഉണ്ട്, പെരൈറ്റൽ ഉണ്ട്, ബേസൽ ഉണ്ട്. ക്ലിയർ ആണല്ലോ. പ്ലാസന്റേഷൻ മാർജിനൽ എന്ന് പറഞ്ഞാൽ പീ പ്ലാന്റ് ആണ് കാണിക്കുക. മാർജിനൽ കാണിക്കുന്നത് പീ പ്ലാന്റ് ആണ്. മാർജിനൽ സൈഡിലൂടെയാണ് ഒവ്യൂൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് റിഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടാവും. ആക്സിയൽ എന്ന് പറഞ്ഞാൽ പ്ലാസന്റെ ആക്സിയൽ ആയിട്ട് മാറി, അപ്പോൾ മൾട്ടി ലോക്കുലർ ഓവറി ഉണ്ടാവും. ലിറ്റോച്ചി പഠിച്ചാൽ മതി, ലിറ്റോച്ചി, ആക്സിയൽ ലിറ്റോച്ചി. എടാ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആക്സിയൽ ലിറ്റോച്ചി. ലെമൺ ടൊമാറ്റോ ചൈന റോസ്, ആക്സിയൽ ലിറ്റോച്ചി, ലെമൺ ടൊമാറ്റോ ചൈന റോസ്. ഫ്രീ സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FDP എന്നാണ് പറയുക. ഓവറിയുടെ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഒവ്യൂളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത് ഡയാന്തസ് പ്രൈം റോസ്, FDP, ഡയാന്തസ് പ്രൈം റോസ്, FDP എന്ന് ഓർത്ത് എളുപ്പമുണ്ട്. ഫ്രീ സെൻട്രൽ ഡയാന്തസ് പ്രൈം റോസ്. പെരൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ വോൾ ഓഫ് ഓവറിയിലാണ് ഉണ്ടാവുക. മസ്റ്റാർഡ് ആർജിമോൺ, PMA മസ്റ്റാർഡ് ആർജിമോൺ. ബേസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഒവ്യൂളാണ് അതിൽ ഉണ്ടായിരിക്കുക. അത് ഏറ്റവും ബേസിലാണ്, ഓവറിയുടെ ബേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സൺഫ്ലവർ മാരിഗോൾഡ്. തെറ്റിക്കില്ലല്ലോ. ഈ ഭാഗം ചോദിച്ചാൽ ഞങ്ങൾ പറയൂലേ. എങ്കിൽ പ്ലാസന്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയാനുള്ളത് ഫ്രൂട്ടും സീഡുകളെ കുറിച്ചാണ്. ഫ്രൂട്ട് സീഡുകൾ ശരിക്കും നോക്കണം കേട്ടോ. ഫ്രൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുക. ഓവറിയാണ് ഫെർട്ടിലൈസേഷൻ ശേഷം ഫ്രൂട്ടായിട്ട് മാറുക. എന്നാൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടുകളുണ്ട്. ദീസ് ആർ ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ അവരെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്നാണ് പറയുക. ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നാച്ചുറൽ ആയിട്ടുള്ള പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാണ് ബനാന എന്ന് പറയുന്നത്. ഇനി ഓവറി ഫ്രൂട്ടായി മാറുന്ന സമയത്ത് ഓവറി വോൾ ഫ്രൂട്ട് വോളായിട്ട് മാറും. ആ ഫ്രൂട്ട് വോളിനെ പറയുന്ന പേരാണ് പെരികാർപ്പ്. പെരികാർപ്പ് ഡ്രൈ ആണോ ഫ്ലഷി ആണോ നോക്കിയിട്ട് ഫ്രൂട്ടുകൾ 2 തരത്തിലുണ്ട്. ഡ്രൈ ഫ്രൂട്ടും ഉണ്ട്, ഫ്ലഷി ഫ്രൂട്ടും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ടിൻ്റെ പെരികാർപ്പ് ഡ്രൈ ആയിരിക്കും. പീ ബീൻസിനെ കണ്ടില്ല, അതിൻ്റെ പെരികാർപ്പ് ഡ്രൈ ആണ്. എന്നാൽ ഫ്ലഷി ഫ്രൂട്ടിലാണെങ്കിൽ എന്തായിരിക്കും, പെരികാർപ്പ് ഫ്ലഷി ആയിരിക്കും. മാംഗോ, ടൊമാറ്റോ ഒക്കെ നോക്കിയാൽ മതി, പെരികാർപ്പ് ഫ്ലഷിയാണ്. അടുത്തതാണ് നമ്മൾ ഡ്രൂപ്പ് ഫ്രൂട്ടുകളാണ് പറയുന്നത്. ഡ്രൂപ്പ് ഫ്രൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി എന്നുണ്ടാവണം. നോക്ക് ഡ്രൂപ്പ് ഫ്രൂട്ടുകൾ മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി എന്നുണ്ടാവണമാണ് ഡ്രൂപ്പ് ഫ്രൂട്ടുകൾ എന്ന് പറയുന്നത്. മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി, അതിന് എക്സാമ്പിളാണ് മാംഗോയും കോക്കനട്ടൊക്കെ. ക്ലിയർ ആണല്ലോ. ഇനി പെരികാർപ്പ് തിക്ക് ആൻഡ് ഫ്ലഷി ആണെങ്കിൽ അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഔട്ടർ എപ്പികാർപ്പ്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പ്. അറിയാലോ, അതിൽ എപ്പികാർപ്പ് ഏറ്റവും പുറമേ ഉള്ളത്, മിഡിൽ മീസോകാർപ്പ്, ഇന്നർ എൻഡോകാർപ്പാണ്. ഇനി ആലോചിക്കണേ, കോക്കനട്ടിൻ്റെ മീസോകാർപ്പ് ഫൈബ്രസ് ആണ്. മാംഗോയുടെ മീസോകാർപ്പ് എഡിബിൾ ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ്. തെറ്റിക്കൂലല്ലോ. അതാണ് ഫ്രൂട്ടിൽ കാര്യമായിട്ട് പറയാനുള്ളത്. എന്നാൽ ഫെർട്ടിലൈസേഷൻ ശേഷം ഒവ്യൂൾ സീഡായിട്ട് മാറും. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂളിനെ പറയുന്ന പേരാണ് സീഡ് എന്നാണ് പറയുക. സീഡിനൊരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിലിഡൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു എംബ്രിയോയും ഉണ്ടായിരിക്കുക. സീഡിൻ്റെ ഉള്ളിലൊരു കോട്ടിലിഡൻ, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ എംബ്രിയോയും ഉണ്ടായിരിക്കും. എംബ്രിയോക്ക് എംബ്രിയോണൽ ആക്സിസിന് 2 എൻഡാണ് ഉണ്ടാവുക. ഒരു എൻഡാണ് പ്ലെമ്യൂൾ, അടുത്ത എൻഡാണ് റാഡിക്കലാണ് റൂട്ടായിട്ട് മാറുക, പ്ലെമ്യൂളാണ് ഷൂട്ടായിട്ട് മാറുക എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഒവ്യൂൾ സീഡായിട്ട് മാറുമ്പോൾ ഒവ്യൂളിൻ്റെ എന്തൊക്കെ ഒവ്യൂളിൻ്റെ ആരൊക്കെ എന്തൊക്കെയായിട്ട് മാറും. ഒവ്യൂൾ സീഡായിട്ട് മാറുമ്പോൾ ഒവ്യൂളിൻ്റെ ഇൻഡഗ്മെൻറ്റ്സ് ആണ് സീഡ് കോട്ടായിട്ട് മാറുക. ഔട്ടർ ഇൻഡഗ്മെൻറ്റ് ഔട്ടർ സീഡ് കോട്ടായിട്ട് മാറും, അതിനെയാണ് ടെസ്റ്റ എന്ന് പറയുക. ഇന്നർ ഇൻഡഗ്മെൻറ്റ് ഇന്നർ സീഡ് കോട്ടായിട്ട് മാറും, അതിനെയാണ് ടെഗ്മൻ എന്നാണ് പറയുക. ഓർമ്മ വരുന്നുണ്ടോ? ഇനി ഹൈലം ഒരു സ്കാറായിട്ട് തന്നെ അവശേഷിക്കും. അതിലൂടെയാണ് ഓക്സിജനും വെള്ളമൊക്കെ ജെർമിനേഷൻ്റെ സമയത്ത് സീഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക. ഹൈലം റിമൈൻസ് ആസ് എ സ്കാർ ഓൺ ദ സീഡ് നമുക്കറിയാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ കോട്ടിലിഡനെ ബേസ് ചെയ്തിട്ട് സീഡുകൾ 2 തരത്തിലുണ്ട്. ഒരു കോട്ടിലിഡ ഉണ്ടെങ്കിൽ അതിനെ മോണോകോട്ട് സീഡ് എന്നും, 2 കോട്ടിലിഡൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡൈക്കോട്ട് സീഡുകൾ എന്നാണ് വിളിക്കുക. ഇനി മോണോകോട്ട് സീഡിൽ ഒരു ലാർജ് ഷീൽഡ് ഷേപ്പ്ഡ് കോട്ടിലിഡൻ ഉണ്ടായിരിക്കും. അതിൻ്റെ പേരാണ് സ്ക്യൂട്ടല്ലം എന്നാണ് അതിനെ വിളിക്കുക. എന്താ വിളിക്കുക? സ്ക്യൂട്ടല്ലം എന്നാണ്. ലാർജ് ഷീൽഡ് ഷേപ്പ്ഡ് കോട്ടിലിഡൻ ഉണ്ട്, അതിനെയാണ് സ്ക്യൂട്ടല്ലം എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ. ഡൈക്കോട്ട് സീഡിന് 2 കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം.
ഇനി പൊതുവെ മോണോകോട്ട് സീഡുകൾ എൻഡോസ്പേമസ് ആണ്. മോണോകോട്ട് സീഡിൽ എൻഡോസ്പേം ഉണ്ടാവും. ഡൈക്കോട്ട് സീഡുകൾ ജനറലി നോൺ എൻഡോസ്പേമസ് ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അതിലെ ഫാമിലീസാണ്. 5 ഫാമിലീസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാനുണ്ടാവും. അപ്പോൾ ഫാബേസിയെ, മാൾവേസിയെ, അതുപോലെ ബ്രാസിക്കേസിയെ, ഇങ്ങനത്തെ ഫാമിലീസിനെ കുറിച്ചും കൂടിയും പറയുന്നുണ്ടാവും. ജസ്റ്റ് ആ ഭാഗങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയകൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ചോദിക്കുന്ന ഭാഗങ്ങൾ ഓടി എത്തി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.